എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷവർമ പോക്കറ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഷവർമ ഫില്ലിങ് ഉണ്ടെങ്കിൽ നമുക്ക് അത് നിറക്കാനൊരു പോക്കറ്റ് വേണം. അങ്ങനെ ഇരിക്കെ നമ്മൾ മുൻപ് ഷെയർ ചെയ്തിരുന്നു ലോ കാർബ് പത്തിരിയുടെ ഒരു റെസിപ്പി. അത് വെച്ചിട്ട് ഒരു പോക്കറ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് ഷവർമ ഫില്ലിങ് നിറക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. ഒരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഞാൻ 1 കപ്പ് ഡെസിക്രേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സ്പീലിയം ഹസ്ക് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിനെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചെറു ചൂടുവെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് മാവൊക്കെ ഉരുട്ടിയെടുക്കുന്ന ഒരു പാകത്തിൽ ആയി കിട്ടണം. അപ്പോൾ അതിന് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ട് നമുക്കിതിനെ പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ പൊടിയൊന്നും ഇല്ലാതെ പരത്തിയെടുക്കുന്നത് കൊണ്ട് ഒരു ബേക്കിംഗ് ഷീറ്റോ അല്ലെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ നടുക്ക് വെച്ചിട്ട് വേണം ഇതുപോലെ റോളർ കൊണ്ട് പരത്തിയെടുക്കാൻ. അധികം കട്ടിയൊന്നും ഇല്ലാതെ തന്നെ പരത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊരു അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കണം. ബാക്കി ഭാഗം ഇങ്ങോട്ട് മാറ്റിയെടുക്കാം. ഈ ബാക്കി വന്നതിനെ നമുക്ക് അടുത്തത് പരത്തിയെടുക്കുമ്പോൾ അതിനോടുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എന്തെങ്കിലും എഡ്ജസിൽ ക്രാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ പൊരിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 എണ്ണം വെച്ചിട്ട് ഒട്ടിച്ചിട്ടാണ് നമ്മളിതിനെ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ ഒട്ടിപ്പോവാതിരിക്കാൻ ഒരു പോക്കറ്റായി കിട്ടാനുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാനിങ്ങനെ സോസ് തേച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ല കട്ടിയുള്ള മയണൈസ് ഉണ്ടെങ്കിൽ അത് തേച്ച് കൊടുത്താലും മതി. അപ്പോൾ എഡ്ജൊക്കെ ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിൽ നന്നായിട്ടൊരു എഗ്ഗ് ബീറ്റ് ചെയ്തത് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എഗ്ഗ് ബീറ്റ് ചെയ്യുന്നതിലേക്ക് വേണമെങ്കിൽ 2-3 സ്പൂൺ പാലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരാം. അപ്പോൾ ഇത് നല്ലൊരു പൂരി പോലെ ആയി വരും, നല്ലതായിട്ട് പൊങ്ങി വരും. ഇത് 2 വശവും ഗോൾഡൻ നിറമായാൽ കോരിയെടുക്കാം. ഇതുപോലെ നമ്മൾ എടുത്ത മാവ് ഫുള്ള് റെഡിയാക്കാം. അപ്പോൾ ഷവർമ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം തക്കാളിയും കുരുക്കളഞ്ഞ തക്കാളിയും പിന്നെ കുക്കുംബറും ക്യാബേജും ചെറിയൊരു കഷ്ണം സവാളയും കട്ട് ചെയ്തിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മളെടുത്ത പച്ചക്കറിയുടെ പകുതി അളവിൽ വേവിച്ച് വെച്ച ഇറച്ചി എടുക്കണം. അതിലേക്ക് നല്ല കട്ടിയുള്ള മയണൈസ് ഒഴിച്ചു കൊടുക്കണം. ഞാനെടുത്ത മയണൈസ് കട്ടി കുറവാണ്, പക്ഷേ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല കട്ടിയിലുള്ള മയണൈസ് തന്നെ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഷവർമ സീസണിങ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ പൊരിച്ചെടുത്ത ഈ ഒരു പോക്കറ്റ് നമുക്ക് കട്ട് ചെയ്യാം. എല്ലാം നല്ല ഫ്ലഫി ആയിട്ട് നല്ല പൂരി പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾവശം. ഞാൻ ഉദ്ദേശിച്ച പോലെ ഇതല്ല കേട്ടോ, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലെ ആയി വന്നതുണ്ട്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ കിട്ടിയ ഈ പോക്കറ്റിലേക്ക് നമുക്ക് ഷവർമ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെയും പുതിയൊരു അനുഭവം കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പുതിയൊരു അനുഭവം. ഉള്ളിൽ നല്ല ഷാമി കുമ്പൂസ് പോലെ നല്ലൊരു മട്ടത്തിൽ വന്നിട്ടുണ്ട്. അതിനെങ്ങനെ കീറി കൊടുത്തിട്ട് ഞാൻ അതിന് അകത്തേക്കും ഫില്ലിങ് നിറച്ച് കൊടുക്കുകയാണ്. ഇത് ശരിക്കും ഒരു എക്സ്പെരിമെൻ്റാണ് കേട്ടോ. ഈ ഒരു ഷേപ്പിൽ കിട്ടിയത് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഇതാണ് ഞാനൊരു ഉദ്ദേശിച്ച രൂപം. നമ്മൾ സോസ് ഒഴിച്ചു കൊടുത്ത ഭാഗം ഇങ്ങനെ അടർത്തിയെടുത്തിട്ട് നമുക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുമ്പോൾ ആഗ്രഹിച്ചത് കേട്ടോ. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമ്മൾ കിട്ടിയത് വെച്ചിട്ട് എല്ലാത്തിലും ഇതുപോലെ ഫില്ലിങ് നിറച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഹോം മെയ്ഡ് സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഹോം മെയ്ഡ് സോസ് 2 ലൈനാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ മീറ്റ് എടുക്കുമ്പോൾ പകുതിയോളം മീറ്റ് വേണം. അതുപോലെ തന്നെ ഷവർമയിൽ ഉപയോഗിക്കുന്ന മയണൈസ് നല്ല കട്ടിയുള്ളതായിരിക്കണം. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന തൈന പേസ്റ്റൊക്കെ തീർന്നു പോയതല്ല, ലാസ്റ്റ് വന്നപ്പോൾ അത് പൂത്തുപോയി. കുറച്ചധികം ദിവസമായല്ലോ, ഒരു 2 ആഴ്ചയൊക്കെ തൈന കേടാകാതിരിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ആ സോസുകളൊക്കെ ഉപയോഗിക്കാം. എന്തായാലും ഒരു കട്ടിയുള്ള രൂപമാണ് നല്ലത്. കാരണം സാധാരണ നമ്മൾ മൈദ വെച്ച് ചെയ്യുമ്പം ഈ ഒരു പാക്ക് അല്ലെങ്കിൽ ഈ ഒരു പോക്കറ്റ് എക്സസ് ആയിട്ടുള്ള വെള്ളത്തിനൊക്കെ അബ്സോർബ് ചെയ്തെടുക്കും. നമ്മളുണ്ടാക്കിയ പോക്കറ്റ് ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ അത് വെള്ളമൊന്നും അങ്ങനെ വലിച്ചെടുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്ന സോസൊക്കെ നല്ല കട്ടിയായിട്ടുള്ളത് തന്നെ എടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടമാവും. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. ബൈ.